നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമ്പൂർണ്ണ ജൈവവളമാണ് മീൻ അമീനോ ആസിഡ്. അതെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അമല അഗ്രി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യമേ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മീനാണ്. അതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു അടുക്കളത്തോട്ടത്തിന് 1/2 കിലോ മീനൊക്കെ തന്നെ ധാരാളമാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന മീൻ മത്തിയാണ്. മത്തി തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മത്തിക്ക് കുറച്ച് ഗുണം കൂടുതലുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ ചെന്നിട്ട് ഏറ്റവും വില കുറഞ്ഞ മീൻ നോക്കി 1/2 കിലോ വാങ്ങിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ചൂണ്ടയിട്ട് 1/2 കിലോ മീൻ പിടിക്കുക. ഇനി അതും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ നുറുക്കുമീൻ വിൽക്കുന്ന കടകളിൽ ചെന്നിട്ട് മീനിൻ്റെ വേസ്റ്റ് 1/2 കിലോ അവരോട് ചോദിച്ച് വാങ്ങിച്ചാൽ മതി. അതിനൊന്നും ആരും പൈസ മേടിക്കാറില്ല. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ മീൻ വെട്ടിയിട്ട് അതിൻ്റെ തല മാത്രമായിട്ട് മീൻ അമീനോ ആസിഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. കാരണം നമുക്കറിയാം, തലയിൽ ആകെ ദശയെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. അതിൻ്റെ ആ കണ്ണും പിന്നെ കുറച്ച് എല്ല് പോലത്തെ ഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ദശയെന്ന് പറയാൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ തല മാത്രം ഉപയോഗിച്ച് നമ്മൾ മീൻ അമീനോ ആസിഡ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ ഒന്നും തന്നെ ലഭിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വാങ്ങിച്ച മീനോ അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റോ അതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കരയെ പറ്റി പറയുമ്പോൾ നമ്മൾ എത്ര അളവിൽ മീൻ എടുത്തോ അത്ര അളവിൽ തന്നെ ശർക്കര വേണം. ഞാനിവിടെ 1/2 കിലോ മീൻ എടുത്തുകൊണ്ട് 1/2 കിലോ ശർക്കര തന്നെ എടുക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശർക്കരയുടെ വിലയൊന്നും നമ്മൾ കാര്യമാക്കണ്ട. കുറഞ്ഞ വിലയുള്ള ശർക്കര മേടിച്ചാൽ മതി. പക്ഷേ ഒരു കാരണവശാലും ഉപ്പുള്ള ശർക്കര വാങ്ങിക്കരുത്. ചില ശർക്കരകൾക്ക് വായി വെച്ചാൽ ഭയങ്കര ഉപ്പായിരിക്കും. അങ്ങനത്തെ ശർക്കരകൾ നമ്മൾ ഒഴിവാക്കുക. ഉപ്പില്ലാത്ത എന്നാൽ വില കുറഞ്ഞ ശർക്കരകൾ മേടിച്ചാൽ മതി. നമ്മൾ വാങ്ങിച്ച ശർക്കര ചുറ്റിയേക്ക് അടിച്ചോ അതല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് ചെയ്യുകയോ ഇതുപോലെ നല്ല പൊടിയാക്കി എടുക്കുക. ഇനി നമുക്ക് ആ പൊടിച്ച ശർക്കര ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറകെ നമ്മൾ അരിഞ്ഞു വെച്ച ആ മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി എൻ്റെ വക 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതങ്ങനെ നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേരാൻ നല്ലതാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ബോട്ടിൽ അടച്ചിട്ട് ഇത് തമ്മിലൊന്ന് മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മീൻ അമീനോ ആസിഡിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കൂട്ട്. ഇതിങ്ങനെ ഏകദേശം 1 മാസത്തോളം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ ഇളക്കി കൊടുക്കുകയോ വേണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിലൊരു മീൻ കഷ്ണം പോലും കിട്ടാത്ത വിഷമത്തിലിരിക്കുന്ന എൻ്റെ പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം 1 മാസം മുമ്പേ തയ്യാറാക്കിയ മീൻ അമീനോ ആസിഡാണിത്. ഇതെങ്ങനെ അരിച്ച് ഉപയോഗിക്കാം എന്നതിനെ പറ്റി തൊട്ട് പുറകെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം.